പൂരം പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 2-ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പകൽപൂരം സംഘടിപ്പിക്കുമെന്ന് ടി.എൻ. പ്രതാപൻ എം.പി, ഡി.സി.സി പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യു.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ തൃശൂർ പൂരം തറവാടക ഒഴിവാക്കുമെന്ന് ടി.എൻ. പ്രതാപൻ എം.പി പറഞ്ഞു. പൂരം പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ നടത്തിയ ചർച്ച നല്ല ലക്ഷ്യത്തോടെയായിരുന്നുവെങ്കിൽ ജനുവരി 4-ന് ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ പൂരത്തിന് അനുകൂലമായ നിലപാട് കോടതിയിൽ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരിപാടികൾക്ക് സൗജന്യമായി ഗ്രൗണ്ട് നൽകുന്നതുപോലെ തൃശൂർ പൂരത്തിന് സ്ഥലം സൗജന്യമായി നൽകി ടൂറിസം രംഗത്ത് നാടിന്റെ മുഖമായ പൂരം യാതൊരു തടസ്സവുമില്ലാതെ നടത്താൻ ആവശ്യമായ സഹകരണങ്ങൾ സർക്കാരും കൊച്ചിൻ ദേവസ്വം ബോർഡും ചെയ്തു നൽകണമെന്നും പ്രതാപൻ ആവശ്യപ്പെട്ടു. പൂരത്തിന് വേണ്ടി നടത്തുന്ന പൂരം എക്സിബിഷന് പൂർണ്ണമായും സൗജന്യം നിരക്ക് കൊടുക്കണമെന്ന് കോൺഗ്രസ് ആവർത്തിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ 2ാം ഘട്ട സമരമാണ് ഈ കൊച്ചിൻ ദേവസ്വം ഓഫീസിന് മുമ്പിലുള്ള 2-ാം തീയതിയിലെ പ്രതിഷേധ പകൽപൂരം. ആ പകൽപൂരത്തിൽ ആനയെ അണിനിരത്താൻ പരിമിതിയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഫോറസ്റ്റ് അനുമതിയൊക്കെ വേണം. ആനയില്ലെങ്കിലും ഞങ്ങളവിടെ ആനയില്ലാത്ത പൂരമായാലും പ്രതിഷേധ പകൽപൂരം അവിടെ ഞങ്ങൾ നടത്തും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139-ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിക്കുമെന്ന് ഡി.സി.സി പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30-ന് യൂത്ത് കോൺഗ്രസ് പ്രഥമ ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്ന N.G. ജയചന്ദ്രൻ മാസ്റ്ററെ അന്തിക്കാട്ട് വസതിയിലെത്തി ആദരിക്കും. 139 സീനിയർ നേതാക്കളെ ഒരു വർഷത്തിനുള്ളിൽ ജന്മദിനമായി ബന്ധപ്പെട്ട് ആദരിക്കും. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ജനുവരി 6-ന് ഫാസിസ്റ്റ് വിരുദ്ധ വിമോചന സദസ്സ് സംഘടിപ്പിക്കുമെന്നും ജില്ലയിലെ 111 കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിമോചന സദസ്സ് സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടി.സി.വി ന്യൂസ്, തൃശൂർ.